ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് ഡോനറ്റ് റെസിപ്പി ആയാലോ. ഇങ്ങനെ മെൽറ്റഡ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഡോനറ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇനി കൈവച്ച് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 1/4 കപ്പ് പാലെടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് വെക്കാം. പാല് ഇളം ചൂടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് അവിടെ കിടന്ന് ആക്ടിവേറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്നും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവില്ല, എങ്കിലും ഇത് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിനി ഇത് ഡോ ആക്കി കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് ബാക്കി ആക്ടിവേറ്റ് ആയിക്കോളും. പിന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവുക എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതിൻ്റെ മുകളിൽ കുറച്ച് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേറ്റ് ആയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഡോ കുഴച്ചെടുക്കുക. എന്തെങ്കിലും വെള്ളം ആവശ്യമാണെങ്കിൽ പാല് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി നനഞ്ഞൊരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് ഒരു മണിക്കൂർ എടുത്തു വെക്കുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ ഇനി നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡോനറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് ഈ ഡോനെ നല്ല പോലെ പരത്തിയെടുക്കുക. ഒരു മീഡിയം തിക്നെസ് മതി, വല്ലാണ്ട് തിക്കാവണ്ട. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു മീഡിയം തിക്കിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് ഈ മാവിനിങ്ങനെ ഡോനറ്റിൻ്റെ ഷേപ്പിൽ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് ഡോനറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത പോലെ ഒരു ഗ്ലാസും ഒരു ചെറിയ ബോട്ടിലിൻ്റെ ലിഡും വെച്ചിട്ട് നമുക്ക് ഡോനറ്റിൻ്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഗ്ലാസ് വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ലിഡ് കൊണ്ട് എടുക്കുക. അപ്പോൾ ഇത്ര ഭയങ്കര സ്ലിമ്മാണ്, അധികം തിക്കൊന്നുമല്ല. ഈ രീതിക്ക് ഈ മാവ് മൊത്തമായിട്ട് കുഴച്ച് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാ മാവിനെയും ഡോനറ്റ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലോത്ത് ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ഡോനറ്റ് കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും നമ്മുടെ ഈസ്റ്റ് എത്രത്തോളം ആക്ടിവേറ്റ് ആയിന്ന്. ഫുൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അത്രക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നമ്മുടെ ഡോനറ്റ് ഫ്രൈ ആക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കുക. അധികം കരിഞ്ഞു പിടിക്കാത്ത രീതിക്ക് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമ്മുടെ ഡോനറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ടയാവും. അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് എമൗണ്ട് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നോർമലായിട്ട് കിട്ടും. ഇനി നമ്മുടെ ഡോനറ്റ്സ് എല്ലാം ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ഡോനറ്റ് റെസിപ്പി ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്